السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ മതത്തെ അതിൻ്റെ തനിമയിൽ നിന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുവാനും ബിദ്അത്തുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂരിസം എന്ന് പറയുന്ന പിഴച്ച കക്ഷികൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുവാനും ആ മഹാന്മാരുടെ പേരിൽ വലിയ തെറ്റ് ആരോപിക്കപ്പെടുവാനുമൊക്കെ ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ അവിടുത്തെ ചരിത്രം പഠിച്ചവർക്കെല്ലാം ബോധ്യപ്പെടുന്നതാണ്. അവിടുത്തെ ജീവിതത്തിൽ ഇസ്തിഗ്റാഖിൻ്റെ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഇസ്തിഗ്റാഖ് ഇല്ലാത്ത ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. ശരിയായ തക്ലീഫുള്ള സമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വളരെ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുകയും അതിന് സമൂഹത്തെ ഉപദേശിക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്നാൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് അവിടുത്തെ പേരിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എന്നുവെച്ചാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരു മുക്കല്ലഫായ മനുഷ്യനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വാചകങ്ങൾ, അത് തന്നെ കുഫ്ർ സംഭവിക്കാവുന്ന വാചകങ്ങൾ തന്നെയും CM വലിയുല്ലാഹി തങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞ് പൊതുജനമധ്യേ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ടീം. ഇവരെ നമ്മൾ പലപ്പോഴും മറുപടി അർഹിക്കാത്തതുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണ്. പക്ഷേ കിതാബുകൾ വായിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വിളിച്ചു പറയേണ്ടി വരുമല്ലോ. എന്നാൽ ഈ മൗലവി കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ നമ്മൾ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ ഫത്വഉൽ മുഈനിൽ വലിയ കളവ് നടത്തിയപ്പോൾ പിടികൂടി. അതോടുകൂടെ കട്ട മുതൽ തിരിച്ചു കൊണ്ടുവന്ന് വേറെ പുതിയ കളവുകൾ നടത്തി. അതും നമ്മൾ കൃത്യമായിട്ട് വിവരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് തുഹഫയുടെ പേരിൽ വലിയ കളവ് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അവർക്ക് ഭൗതികമായ ചിന്തയിൽ നിന്നും പൂർണ്ണമായി മാറി അള്ളാഹുവിൽ ലയിച്ചു ചേരുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട്. അതാണ് ഫനാ. ആ ഫനാഇൻ്റെ ഘട്ടത്തിൽ അവരിൽ നിന്നും വരുന്ന വാചകങ്ങൾ, ആ വാചകങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായ നിലപാട് പറയുന്നുണ്ട്. എന്നാൽ മുക്കല്ലഫായിരിക്കെ ഒരു മനുഷ്യൻ അനല്ലാ എന്ന പദപ്രയോഗം നടത്തിയാൽ അത് കാഫിറായി പോകുന്നതാണ് എന്ന് ഫത്വൽ മുഈനിൽ പറയുന്നുണ്ട്, തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നുണ്ട്, നിഹായയിൽ പറയുന്നുണ്ട്, എല്ലാ കിതാബുകളിലും പറയുന്നുണ്ട്. മുക്കല്ലഫായിരിക്കെ വലിയാണെങ്കിലും വലിയല്ലാത്തവരാണെങ്കിലും ശരീഅത്തിൻ്റെ ഹുക്കുമുകൾ ഒരുപോലെ ബാധകമാകുമെന്ന് ഫുഖഹാ കൃത്യമായി പറയുന്നുണ്ട്. തുഹഫയിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട്. ഞാനതിൻ്റെ ഇബാറത്തുകൾ ഇൻഷാ അല്ലാഹ് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മൗലവി, നൗഷാദ് മൗലവി എന്ന് പറയുന്ന ഈ ജാഹിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിൽ നിന്ന് അനല്ലാ എന്ന പദപ്രയോഗം വന്നിട്ടുണ്ട്. അല്ലാഹു ആലം, നമ്മൾ ആ സംഭവം അറിയില്ല. അത് ഈ മൗലവിമാർ പറയുകയാണ്.
അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഈ കുരുവട്ടൂരിയൻ മൗലവിമാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളവ് മാത്രം പറയുന്ന ഈ മൗലവിമാരുടെ വാക്ക് വിശ്വസനീയമല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ വലവു സുല്ലിമ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് ഇമാമുകൾ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ഈ മൗലവിക്ക് കിതാബ് അറിയില്ല. കിതാബിൽ ഇമാമുകൾ ഉപയോഗിച്ച പദങ്ങൾ അവിടെ പ്രധാനമായിട്ടും ഈ മൗലവി തെറ്റിദ്ധരിപ്പിച്ചത് സ്വഹബി എന്ന പദപ്രയോഗമാണ്. ആ പദത്തിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട സൂഫിയാക്കളിൽ നിന്നും വരുന്ന അത്തരം പദപ്രയോഗങ്ങൾക്ക് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അവരുടെ പദങ്ങൾ, അവരുടെ ഇസ്തിലാഹാത്തുകൾ മാത്രം പറയുന്ന കിതാബ് മറിച്ച് വായിച്ച് ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷേ ആ കിതാബ് ഈ മൗലവി കണ്ടിട്ടില്ല. ഇയാൾക്കതിൻ്റെ അർത്ഥമറിയില്ല. ഞാൻ ആ കിതാബിൻ്റെ പേര് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഞാൻ ആ കിതാബിൻ്റെ പേര് പറഞ്ഞില്ല, പേജ് നമ്പറും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ആ കിതാബ് കണ്ടിട്ടുമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫിഖഹിലേക്ക് വരാം. അപ്പോൾ ഈ ജാഹിലിനറിയോ, ഫിഖഹിൽ നമ്മുടെ ഇമാമുകൾ ഫിഖഹി ഗ്രന്ഥങ്ങൾ രചിച്ചത് അത്തരം ഇസ്തിലാഹാത്തുകളെല്ലാം മനസ്സിലാക്കി ആ അർത്ഥ രൂപത്തിലാണ് അവർ കർമ്മശാസ്ത്രത്തിൻ്റെ മസലകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആമുഖമായി പറയുന്നത്, ഒരു വലിയും അവരുടെ തക്ലീഫിൻ്റെ വേളയിൽ അനല്ലാ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അനല്ലാ എന്ന് പറഞ്ഞിട്ടില്ല. മുക്കല്ലഫായിരിക്കെ ഒരു മനുഷ്യൻ അപ്രകാരം പറഞ്ഞാൽ കാഫിറായി പോകുമെന്ന് ഫത്വൽ മുഈനിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഒരാളങ്ങനെ പറഞ്ഞു, വഹുവ മുക്കല്ലഫുൻ, മുക്കല്ലഫായിരിക്കെ എങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ ലാ മഹാലത്ത, കാഫിറായി പോകും, ഒരു സംശയവുമില്ല. ഇങ്ങനെ കൃത്യമായിട്ട് ഇമാമുകൾ പറഞ്ഞ ഒരു വിഷയം. എന്നാൽ ആ വിഷയങ്ങളെയൊക്കെ മാറ്റിമറിച്ച് അതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഈ മൗലവി ആർക്ക് വേണ്ടിയാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ അവിടുന്ന് കുഫറിൻ്റെ പദപ്രയോഗം നടത്തി ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണെന്ന് ആരെക്കൊണ്ടാണ് മൗലവി താങ്കൾക്ക് പറയിപ്പിക്കേണ്ടത്? ആരിൽ നിന്നാണ് അതിന് അച്ചാരം വാങ്ങിയിട്ടുള്ളത്? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി എഴുതി വെച്ച ഒരു മസല നാം വളരെ വ്യക്തമായി ഓരോന്നോരോന്ന് വായിച്ച് പഠിപ്പിച്ചു തന്നു. ഓരോ വാചകത്തിൻ്റെയും അർത്ഥം സ്വഹബി എന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തുകൾ പറയുന്ന ഗ്രന്ഥം വായിച്ച് ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് അത് തൊടാൻ പോലും കഴിയാത്ത മൗലവി പിന്നെ ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഈ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? എനിക്കതാണ് അറിയാൻ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ നിലക്ക് മഹാന്മാരുടെ മേലിൽ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി പറഞ്ഞ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ടവർ പറയാം, ഹാദാ കുല്ലുഹു, ഞാൻ ഈ പറഞ്ഞ സാധ്യത, ഈ അർത്ഥം, ഈ ഉദ്ദേശം, ഈ മഅന, ഇൻ സ്വദറ അൻഹും ദാലിക ഫീ ഹാലി സ്വഹബി, സ്വഹബിന്റെ അവസ്ഥയിൽ ഔലിയാക്കന്മാരിൽ നിന്ന് ഉണ്ടായാലാണ്. ഒരാൾ പറയാ, ആദ്യം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് യഗ്ലിബു അലൈഹിം ഫീഹാ ശുഹൂദുൽ ഹഖ് എന്ന് പറഞ്ഞിടത്ത് ദഹലു, ഔലിയാക്കന്മാർ ഇത് പറയുമ്പോൾ തന്നെ അല്ലാഹ് അല്ലാത്ത എല്ലാ വസ്തുവിനെ തൊട്ടും ഒഴിവായി റബ്ബിൽ ഫനായിലെത്തിയപ്പോഴാണ് പറയുന്നത്. പിന്നെ തെളിഞ്ഞ ഒരവസ്ഥ അല്ല, തക്ലീഫില്ലാത്ത അവസ്ഥയെ പിന്നെ ഉണ്ടാവൂ എന്നതാണ് ഇബ്നു ഹജർ പറയുന്നതെങ്കിൽ ഇബ്നു ഹജറിന് പിന്നീട് രണ്ട് പാർട്ടാക്കി പറയേണ്ടതുണ്ടോ? ഒറ്റവാക്ക് പറഞ്ഞാൽ പോരെ, തക്ലീഫില്ലാത്ത സമയമാണ് അവരുടെ സംസാരം, അതുകൊണ്ട് ഇത് പരിഗണിക്കേണ്ടതില്ല എന്നല്ലോ ഇബ്നു ഹജർ പറയുന്നത്. എന്താ പറഞ്ഞത് കണ്ടില്ലേ? അപ്പൊ ഇയാൾക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയയിൽ എന്താണ് പറഞ്ഞത് എന്നത് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഫതാവൽ ഹദീസിയ മറിച്ച് കിതാബ് നോക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ വ്യക്തമായിട്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ രണ്ട് സ്വഹബിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് തരം സ്വഹബിനെ കുറിച്ച് പറയുന്നുണ്ട്.
ആ രണ്ട് തരം സ്വഹബ് എന്താണ് എന്നത് സൂഫിയാക്കളുടെ കിതാബ് ധരിച്ചുകൊണ്ട് എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, എന്താണ് ഇവിടെ ചോദ്യം, ആവർത്തിക്കേണ്ടി വരികയാണ്. വസുഇല നഫഅല്ലാഹു ബിഹി മാ മഅനാ ഖൗലിൽ ഹല്ലാജി അനൽ ഹഖ് വഖൗലി അബി യസീദ് സുബ്ഹാനി. ഹല്ലാജ് തങ്ങൾ അനൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ സുബ്ഹാനി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ആദ്യമായി പറഞ്ഞു തുടങ്ങുന്നത് ആരെക്കുറിച്ചാണ്? തക്ലീഫ് നഷ്ടപ്പെട്ടു പോയ ഔലിയാക്കൾ. അവർക്ക് ഒരു ശുഊറും ഉണ്ടാവുകയില്ല, അവർ പൂർണ്ണമായും വലം യബ്ഖലഹും ശുഊറും ബിഗൈരിൽ ഹഖ് തആല, അല്ലാഹു തആല മാത്രമേ അവരുടെ ശുഊറിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിനെ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ളതൊന്നും അവർ കാണാത്ത, മറ്റുള്ളതൊന്നും ഉള്ളതായിട്ട് പോലും അവർ പരിഗണിക്കാത്ത ഒരു പ്രത്യേകമായ ഘട്ടം. ആ ഘട്ടത്തിലുള്ള മഹാന്മാരാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തിയത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ പദപ്രയോഗം നടത്തിയത് അവർ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ച് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് ആ സമയത്താണ് അവരത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹാദാ കുല്ലുഹു, ഇതെല്ലാം ഇൻ സ്വദറ അൻഹും ദാലിക ഫീ ഹാലി സ്വഹ്വി, അവരുടെ സ്വഹ്വിൻ്റെ ഘട്ടത്തിൽ സംഭവിച്ചാലാണ് ഈ വ്യാഖ്യാനം പറയേണ്ടത്. അഥവാ ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ, ഫനാഇൻ്റെ ഭാഗമായി വരുന്ന സ്വഹവുണ്ട്. ആ സ്വഹവിൽ ഫനാഇൻ്റെ ഭാഗമായി വരുന്ന സ്വഹവ്, ആ ഫനാഇൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊന്നാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫനാഇൻ്റെ ഭാഗമായി വരുന്ന സ്വഹവിൽ സംഭവിച്ചാലാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തുടരുകയാണ്, എന്താണത്? മറ്റൊരു സ്വഹവിനെ കുറിച്ച് ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഫനാഇൻ്റെ ഭാഗമായി അവരിൽ നിന്നും ഉണ്ടാകുന്ന സ്വഹവ്, ആ സ്വഹവിനെ കുറിച്ച് നമ്മൾ വിശദമായി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മൗലവി മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇങ്ങനെ രണ്ടാക്കി പറഞ്ഞത്? രണ്ടർത്ഥത്തിലുള്ള സ്വഹവ് ഉണ്ടായിട്ട് തന്നെ മൗലവി, രണ്ടർത്ഥത്തിലുള്ള സ്വഹവ് ഉണ്ടായിട്ട് തന്നെ ഇയാളിങ്ങനെ ഇയാസുന്നയിൽ നിന്ന് കിതാബ് ഓതിയ വിവരമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഫദുൽ ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ഫത്തുൽ മുഈൻ ഓതുമ്പോൾ ഓരോ കിതാബുകളും തുഹ്ഫയും നിഹായയും അങ്ങനെ ബുജൈരിമിയൊക്കെ ഓരോരുത്തർ പിടിച്ചുകൊണ്ട് അതിൽ നഖല് വരുമ്പോൾ ആ ഭാഗം വിശദീകരിച്ച് ഇങ്ങനെ ഓതുന്ന മനോഹരമായ ദുർസ്. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ ഓതി തരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഓടിപ്പോയപ്പോൾ താങ്കൾക്കതെല്ലാം ഊരപ്പെട്ടു പോയി അല്ലേ? പിന്നെന്താ താങ്കൾ ചെയ്തത്? ആ ജാഹിലീങ്ങളുടെ അടുക്കൽ പോയി പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഹാലത്ത് പഠിച്ചു വെച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രണ്ട് തരം സ്വഹവിനെ കുറിച്ച് ഇവിടെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഈ പുതിയ ടീം വായിക്കാത്ത ഭാഗമാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. ഇത് കാരണം ലാ യുഹ്കമു ഇല്ലാ അലാ മാ തലഫ്ഫള ബിഹി സ്വാഹിബുഹു ഫീ ഹാലി സ്വഹ്ബി വൽ ഇഖ്തിയാർ. ഹുക്കുമ് പറയേണ്ടത്, ഹുക്കുമ് എപ്പോഴാണ് വരിക? തക്ലീഫ് ഉണ്ടാവുമ്പോഴാണ് ഹുക്കുമ് വരിക. തക്ലീഫില്ലാത്ത ആളോട് ഹുക്കുമ് പറയും. കുട്ടിയോട് തക്ലീഫില്ല, ഹുക്കുമ് അവനോടില്ല. ഭ്രാന്തന് തക്ലീഫില്ല, അവരോട് ഹുക്കുമ് പറയില്ല. ഹുക്കുമ് പറയണമെങ്കിൽ തക്ലീഫ് വേണം. തക്ലീഫുള്ളവനോടാ ഹുക്കുമ് പറയാം. അപ്പൊ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, തക്ലീഫിന്റെ സമയം അതാണ് ഹുക്കുമ്. ഹുക്കുമ് പറയണമെങ്കിൽ ഇല്ലാ അലാ മാ തലഫ്ഫള ബിഹി സ്വാഹിബുഹു ഫീ ഹാലി സ്വഹ്ബി വൽ ഇഖ്തിയാർ, തെളിഞ്ഞ അവസ്ഥയിലും ഇഷ്ടാനുസരണം പറഞ്ഞ അവസ്ഥയിലും പറഞ്ഞതിന് മാത്രമേ ഹുക്കുമ് ചെയ്യപ്പെടൂ. അതുകൊണ്ട് തന്നെ ഗൈബത്തിന്റെ അവസ്ഥയിൽ പറഞ്ഞതിന് ഹുക്കുമില്ല. ചിലപ്പോൾ ഇത് മനസ്സിലാകണമെങ്കിൽ 1-2 തവണ കേൾക്കേണ്ടി വരും. അതെ, എത്ര തവണ കേട്ടിട്ടും കാര്യമില്ല മൗലവി, താങ്കൾക്ക് മനസ്സിലാകാൻ പ്രയാസാണ്. കാരണം ഇൽമ് വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി, അല്ലാഹുവിൻ്റെ നൂറാണ് ഇൽമ്. ആ ഇൽമ് ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു നടക്കുന്ന ബിദ്അത്തിൽ പെട്ടുപോയ താങ്കൾക്ക് കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്.
അത് ആസികൾക്ക്, തെറ്റ് ചെയ്യുന്നവർക്ക് കിട്ടാത്തതാണ് അള്ളാഹുവിൻ്റെ നൂറായ ഇൽമ്. അപ്പം താങ്കൾ ഇനി എത്ര തവണ കേട്ടാലും അത് മനസ്സിലാകാൻ പ്രയാസമാണ്. എന്നാൽ പാവപ്പെട്ട നിഷ്കളങ്കരായ മുഅ്മിനീങ്ങൾക്കിത് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എന്താ ഇപ്പം മൗലവി പറഞ്ഞത്? നമ്മൾ വായിക്കാത്തൊരു ഭാഗമുണ്ട്. അതെന്താണ്? വഅമ്മാ ഇൻ സദറ അൻഹും ദാലിക ഫീ ഹാലിൽ ഗൈബത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തുടർച്ച. അതായത് ഇതെല്ലാം വഹാദാ കുല്ലുഹു ഇൻ സദറ അൻഹും ദാലിക ഫീ ഹാലിസ് സ്വഹവി, ഇതെല്ലാം സ്വഹവിൻ്റെ അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്. എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? അതെല്ലാം അവർ അള്ളാഹുവിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് എന്ന് പറയേണ്ടത് അവരുടെ സ്വഹവിൻ്റെ ഘട്ടത്തിലാണ്. എന്നാൽ സ്വഹവ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടമാണ് ഗൈബത്ത്. വഅമ്മാ ഇദാ സുദറ അൻഹും ദാലിക ഫീ ഹാലിൽ ഗൈബത്തി, ഗൈബത്തിൻ്റെ ഘട്ടത്തിലാണ് അവരിൽ നിന്നും ഇത്തരം പദപ്രയോഗങ്ങൾ വന്നതെങ്കിൽ ഫഹുവ മിനശ് ശത്വഹാത്തില്ലത്തി ലാ ഹുക്മ ലഹാ, അതിനെ ഹുക്മ തന്നെയും പറയാനില്ല. കാരണം സ്വന്തം തന്നെ മറന്നുപോകുന്ന ആളുകൾ, അവർക്ക് ബുദ്ധിയുടെ വകതിരിവ് ആ സമയത്തില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തക്ലീഫ് തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തുടർന്ന് പറയാം. അതിൻ്റെ അടുത്ത വാചകം ഇത് ലാ യുഹ്കമു, കാരണം ഹുക്മ് പറയപ്പെടുകയില്ല. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ സ്ഥലത്ത് സ്വഹവിൻ്റെ സമയത്താണ് ഇത് ഇങ്ങനെ പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ഹുക്മ് പറഞ്ഞിട്ടില്ല. അവിടെ അതിനെ തഅ്വീൽ ചെയ്യുകയാണ് ചെയ്തത്. ഹുക്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മൗലവി ഹുക്മ് എന്ന് പറഞ്ഞാൽ? ഹുക്മ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ 5 ഹുക്മുണ്ട്. എന്താണത്? ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഹറാമ്, ഹലാല്. ഈ 5 ഹുക്മ് ചെയ്യുമ്പോഴാണ് അതിന് യുഹ്കമു എന്ന് പറയുന്നത്. എന്നാൽ തൊട്ടു മുമ്പ് ഹുക്മ് പറഞ്ഞിട്ടുണ്ടോ? ഹുക്മ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതില്ല യുഹ്കമു, ഹുക്മ് പറയുന്നത് എപ്പോഴാണ്? ഇല്ലാ അലാമാ തലഫള ബിഹി സ്വാഹിബുഹു ഫീ ഹാലി സ്വഹവി വൽ ഇഖ്തിയാർ. കണ്ടോ, രണ്ടാമത്തെ തരം സ്വഹവാണ് അവിടെ പറഞ്ഞത്. സ്വഹവ്, ഇഖ്തിയാർ. അതെന്തേ മൗലവി ഇഖ്തിയാർ മാത്രം അർത്ഥം പറഞ്ഞത്? അവിടെ സ്വഹവിൻ്റെ അർത്ഥം എന്തേ കെട്ടിക്കളഞ്ഞത്? അവിടെ സ്വഹവിൻ്റെ അർത്ഥം എന്തേ മൗലവി കെട്ടിക്കളഞ്ഞത്? അപ്പോൾ അവിടെ സ്വഹവി ഇഖ്തിയാറിൻ്റെ ഘട്ടത്തിൽ മാത്രമാണ് എന്തുള്ളത്? ഹുക്മ് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഔലിയാക്കൾക്ക് തക്ലീഫുള്ള ഒരു സ്വഹവുണ്ട്. അതാണ് സ്വഹവ് ഇഖ്തിയാർ. ഇഖ്തിയാറുള്ള ഘട്ടം, അതിനാണ് തക്ലീഫുള്ള ഘട്ടം എന്ന് പറയുന്നത്. ആ ഇഖ്തിയാറുള്ള ഘട്ടം, അതിനെക്കുറിച്ചും സ്വഹവ് എന്ന് പറയാം. അപ്പം അതിനെ രണ്ടിനെയും ഫർക്കാക്കാൻ വേണ്ടി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. ഒരിടത്ത് സ്വഹവ് എന്ന് മാത്രം പറഞ്ഞു, മറ്റൊരിടത്ത് സ്വഹവ് വൽ ഇഖ്തിയാർ. സ്വഹവ് ഇഖ്തിയാറിൻ്റെ സമയത്താണ് അവർക്ക് ഹുക്മ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹവ് ഇഖ്തിയാറിൻ്റെ സമയത്ത് ഇതുപോലുള്ള പദപ്രയോഗം നടത്തിയാൽ മാത്രമാണ് അവിടെ ഹുക്മ് പറയാനുള്ളത്. അതേ സമയത്ത് എന്നിട്ട് തുടർന്ന് പറയണത് അമ്മാ മാ തലഫള ബിഹി ഫീ ഹയ്യിസ് സ്വഹവി വൽ ഗൈബത്തി. ആണോ? അപ്പോൾ പിന്നെ തക്ലീഫ് ഇല്ലാത്ത ഘട്ടമാണ് സ്വഹവ്, ഗൈബത്ത്. ആ ഘട്ടത്തിലാണെങ്കിലോ വഅമ്മാ മാ തലഫള ബിഹി ഫീ ഹയ്യിസ് സ്വഹവി വൽ ഗൈബത്തി, സ്വഹവ് ഗൈബത്തിന്റെ ഘട്ടത്തിലാണ് ഈ പദപ്രയോഗം നടത്തുന്നെങ്കിൽ ഫലാ യുദാറു അലൈഹിൽ ഹുക്മു അൽബത്ത, അവർക്ക് ഹുക്മ് തീരെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇവിടെ തന്നെ എന്താക്കിയിട്ടുണ്ട്? സ്വഹവിനെ രണ്ടായി ഫർഖാക്കിയിട്ടുണ്ട്. ഒന്ന് സ്വഹവ് വൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞു. പിന്നെ അത് ഹുക്കുമുള്ള ഘട്ടമാണ്. ഹുക്കുമില്ലാത്ത ഘട്ടം സ്വഹവ് വൽ ഗൈബത്തി. കണ്ടോ, ഹാലി സ്വഹവി ഫി ഹയ്യിസ് സ്വഹവി വൽ ഗൈബത്തി, സ്വഹവിൻ്റെയും ഗൈബത്തിൻ്റെയും ഘട്ടത്തിൽ അവിടെ ഹുക്കുമില്ല. വളരെ വ്യക്തമല്ലേ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അപ്പോൾ മഹാന്മാരായ ഔലിയാക്കൾ അത്തരം പദപ്രയോഗം നടത്തിയത് അവരുടെ സ്വഹവ് ഗൈബത്തിൻ്റെ ഘട്ടത്തിലാണ്. എന്നാൽ തക്ലീഫുള്ള സ്വഹവാണ് സ്വഹവ് വൽ ഇഖ്തിയാർ എന്ന് പറയുന്നത്. ആ സ്വഹവ് വൽ ഇഖ്തിയാറിൻ്റെ സമയത്ത് അവർക്ക് ഹുക്കുമുണ്ട്, അല്ലാത്ത സമയത്ത് ഹുക്കുമുണ്ടാവില്ല. അപ്പോൾ മഹാന്മാരായ ഔലിയാക്കൾ അനല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് സ്വഹവ് അഥവാ ഗൈബത്ത് സ്വഹവിൻ്റെ അവസ്ഥയിലാണ് പറഞ്ഞത്. അഥവാ ഫനായിൽ ലയിച്ചിരിക്കുന്ന തക്ലീഫില്ലാത്ത ഘട്ടത്തിലാണ് പറഞ്ഞത്. അല്ലാത്ത സമയത്ത് പറയുന്നുവെങ്കിൽ അത് കാഫിറായി പോകുന്നതാണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കെ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കുഫർ വരെ സംഭവിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ സഹോദരങ്ങളെ ഈ മൗലവി ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത് കിതാബുകളെ? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ദുർവ്യാഖ്യാനം എന്ന് നമുക്ക് മനസ്സിലാക്കാത്തത്? ആരെ സന്തോഷിപ്പിക്കാന്?
അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഈ വിധത്തിൽ പരിഹസിക്കപ്പെടാൻ നിങ്ങൾക്ക് ആരാണ് അച്ചാരെന്തെന്ന് ഇനി മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമായി ഒരു ഖഫാവും ബാക്കിയില്ലാത്ത വിധത്തിൽ ഫുഖഹാക്കൾ വിശദീകരിച്ച മസ്അലയെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് അതിനെ വികൃതമാക്കാൻ ഈ മൗലവിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈമാന് നഷ്ടപ്പെട്ടാൽ, ഹിദായത്ത് അള്ളാഹു ഊരിയെടുത്താൽ പിന്നെ എന്ത് വൃത്തികേടിനും ഒരു മടിയുണ്ടാകൂല. തക്ലീഫുണ്ട്, ഹുക്മ് ചെയ്യപ്പെടുന്നു, അതാണ് സ്വഹവിന്റെ അവസ്ഥ. അതെ, അപ്പൊ സ്വഹവിന്റെ അവസ്ഥ തക്ലീഫുണ്ട്, ഹുക്മ ചെയ്യപ്പെടും, അങ്ങനെ ഒരു സ്വഹവിന്റെ അവസ്ഥയുണ്ട്. അതാണ് സ്വഹവ് വൽ ഇഖ്തിയാർ എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇനിയോ സ്വഹവ് വൽ ഗൈബത്ത് എന്ന് പറയുന്ന തക്ലീഫ് ഇല്ലാത്ത മറ്റൊരു വിധം സ്വഹവുണ്ട്. ആ സ്വഹവിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫി ഹയ്യസി സ്വഹവി വൽ ഗൈബത്തി എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ മഹാന്മാരുടെ സൂഫിയാക്കളുടെ ഇസ്തിലാഹാത്ത് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു സ്വഹവ് അവർക്കുണ്ട്, തക്ലീഫില്ലാത്ത സ്വഹവിൻ്റെ ഒരു ഘട്ടം. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വസ്വഹവു അല്ലദീ ഹുവ അഖീബസ് സക്രി ഹുവ അൻ യുമയ്യിസ ഫയഅരിഫുൽ മഅലമ മിനൽ മലദി ഫയഖ്താറുൽ മഅലമ മിൻ നവാഖിഫിൽ ഹഖി വലാ യഷ്ഹദുൽ അലമ ബൽ യജിദു ലദ്ദതൻ ഫിൽ മഅലമി. ആ ഒരു ഘട്ടമാണ്. അവർക്ക് വസ്തുക്കളെ തന്നെ വേർതിരിച്ചറിയാം. പക്ഷേ ആ വേർതിരിച്ചറിയാമെങ്കിലും വേദനിക്കുന്ന സാധനം, വേദനിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ അനുഭവിക്കുന്നത് സുഖമായിരിക്കും, നേരെ തിരിച്ചുമായിരിക്കും. അങ്ങനെയുള്ളൊരു പ്രത്യേകമായ ഘട്ടമാണ് സ്വഹവ് എന്ന് പറയുന്നത്. അപ്പം സക്കിർ എന്ന് പറയുന്ന അവരുടെ ഘട്ടത്തിൽ നിന്നും അവർ വിമോചിതരാകുമ്പോൾ ചില ഔലിയാക്കളിൽ എത്തിപ്പെടുന്ന ഒരു ഘട്ടമാണ് സ്വഹവ്. അത് ഫനാഇന്റെ ഒരു ഘട്ടമാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. അൻ യഈബ അൻ ഹുദൂദി നഫ്സിഹി ഫലാ യറാഹ. അപ്പോൾ ഗൈബത്ത് എന്ന് പറയുമ്പോൾ സ്വന്തം നഫ്സിനെ തന്നെയും മറന്നുപോകുന്ന, പൂർണ്ണമായും മറന്നുപോകുന്ന ഘട്ടമാണ് ഗൈബത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫനാഇന്റെ ആദ്യഘട്ടമായ സ്വഹവിലെത്തുമ്പോൾ അവരെക്കുറിച്ച്, അവരുടെ പദപ്രയോഗങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കണം? അത് ഹിക്കായത്തും മിനല്ലാഹ് എന്ന അർത്ഥത്തിൽ ഹിക്കായത്തുന്നാനില്ല എന്ന് വ്യാഖ്യാനിക്കണം. അതുപോലെ തന്നെ അവർ അള്ളാഹുവിൽ ലയിച്ചിരിക്കുന്ന സമയത്താണ് അത് എന്ന് വ്യാഖ്യാനിക്കണം. ഗൈബത്തിലാകുമ്പോൾ പിന്നെ അതിന് ഹുക്കുമെന്നെ അവിടെ ഒന്നും തന്നെ പറയാനില്ല എന്ന് ഇമാമുകൾ ഫർഖാഖി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് രൂപത്തിലുള്ള സ്വഹവുണ്ട് എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചതാണ്. പക്ഷേ അത് ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. ഒരാൾ പറയാ സ്വഹവ് എന്ന് പറഞ്ഞാൽ അത് തക്ലീഫുള്ള സ്വഹവും ഉണ്ട്, തക്ലീഫ് ഇല്ലാത്ത സ്വഹവും ഉണ്ട്. ഓരോന്നുണ്ടാക്കുകയാണ്. അതിന് സൂഫിയാക്കൾ നൽകിയ വിശദീകരണം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഫിഖ്ഹാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇബ്നു ഹജർ പറഞ്ഞ ഇവിടത്തെ സ്വഹവിന്റെ മാന ഇബ്നു ഹജർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടത്തെ സ്വഹവിൽ ഹുക്മ് ചെയ്യപ്പെടുന്ന ഇഖ്തിയാറുള്ള അവസ്ഥയാണെന്ന് ഇബ്നു ഹജർ പറയുന്നത്. കണ്ടില്ലേ? അപ്പൊ സൂഫിയാക്കൾ അവരുടെ ഇസ്തിലാഹാത്തുള്ള കിതാബ് ഞാൻ വായിച്ചപ്പോൾ മൂപ്പര് പറയണം അതൊക്കെ ഉടക്കട്ടെ. അത് മൂപ്പര് കണ്ടിട്ടില്ല. കാണാത്തത്, അറിയാത്തത് ഇതിൽ പഠിക്കണ്ടേ മൗലവി? പഠിക്കണ്ടേ? ജാഹിലായിട്ട് ഇങ്ങനെ നിലനിൽക്കണമെന്ന് എന്തിനു വാശി പിടിക്കണം? അപ്പൊ സ്വഹവ് രണ്ട്, തക്ലീഫുള്ള സ്വഹവുണ്ട്, തക്ലീഫില്ലാത്ത സ്വഹവുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇമാമുകൾ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയ ആരെങ്കിലും അടയാളപ്പെടുത്തി തന്ന ഭാഗം മാത്രം വായിച്ചു പോന്നാ പോരാ, അതിൻ്റെ അപ്പുറത്തുപുറത്തൊന്ന് വായിച്ചു നോക്ക്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ ഫർഖാക്കിയിട്ടില്ലേ? സ്വഹവ് വൽ ഇഖ്തിയാർ എന്ന് ഹുക്മ പറയുന്ന ഘട്ടത്തെയും സ്വഹവ് ഫി ഹയ്യിസ് സ്വഹവി വൽ ഗൈബത്തി എന്ന് ഹുക്മ ഇല്ലാത്ത ഘട്ടത്തെയും ഫർഖാക്കിയിട്ടില്ലേ? അത് തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഹുക്മ സൂഫിയാക്കളുടെ ഇസ്തിലാഹത്ത് മനസ്സിലാക്കണം, തസവുഫ് മനസ്സിലാക്കണം. ആ തസവുഫിന്റെ കിതാബുകളൊക്കെ പഠിക്കണം. അതൊന്നും പഠിക്കാതെ ആർക്കോ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ മൗലവി? ഇനി അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട്, ഫതാവൽ ഹദീസിയിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. എന്താണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്? വമാ ഹുകിയൻ അബി യസീദ് റളിയല്ലാഹു അൻഹു മിൻ ഖൗലിഹി സുബ്ഹാനി ഹാഷല്ലാഹു അൻ യുഅതഖദ ഫി അബി യസീദ് അൻ യഖൂല മിസ്ല ദാലിക. അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു സുബ്ഹാനി എന്ന സ്വന്തം തക്ലീഫുള്ള സമയത്ത് പറയും എന്നൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെയോ ബഹുമാനപ്പെട്ടവർ
ഇല്ലാ അലാ മഅനൽ ഹികായത്തി അനില്ലാഹി തആല. അവിടെ എന്ത് വെക്കണം? ബഹുമാനപ്പെട്ട ഒരു തക്ലീഫിന്റെ ഘട്ടത്തിൽ പറഞ്ഞതല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള ഹികായത്തായിട്ടാണ് പ്രകാരം പറഞ്ഞത് എന്ന് വെക്കണം. അതെപ്പോഴാണ് വെക്കേണ്ടത്? അത് ഫനാഇന്റെ ഘട്ടത്തിലുള്ള സ്വഹവിലായിരിക്കുമ്പോഴാണ് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്. വദാലിക മിമ്മാ യംബഗി അൻ യുഅ്തഖദ ഫിൽ ഹല്ലാജി റഹിമഹുല്ലാഹ് ഫീ ഖൗലിഹി അനിൽ ഹഖ്. അനിൽ ഹഖ് എന്ന് ഹല്ലാജ് തങ്ങൾ പറഞ്ഞതിലും അങ്ങനെ തന്നെയാവേണ്ടത്. അവരുടെ ഫനാഇന്റെ ഘട്ടത്തിൽ, ആ ഫനാഇന്റെ ഘട്ടത്തിലെ സ്വഹവിന്റെ വേളയിൽ അവർ പറഞ്ഞതാണ്, അതിനെയും അള്ളാഹുവിൽ നിന്നും ഹിക്കായത്തായിട്ടാണ് പറയേണ്ടത്. അതെപ്പോഴാണ് പറയേണ്ടത്? തക്ലീഫിന്റെ ഘട്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ചല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്, ഫനാഇന്റെ ഘട്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. ആ ഫനാഇന്റെ ഘട്ടത്തിൽ തക്ലീഫില്ലാത്ത ഘട്ടമായ സ്വഹവ്, ആ സ്വഹവിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് കിതാബുർ റിദ്ദത്തിൽ തുഹ്ഫയിലും പറഞ്ഞത്. വശത്ഹി വലിയൻ ഹാല ഗൈബത്തിഹി ഔ തഅ്വീലിഹി ബിമാ ഹുവ മുസ്തലഹുൻ അലൈഹി ബൈനഹും. മൗലവി കാര്യമായി വന്ന് വായിച്ചതല്ലേ ഇതൊക്കെ. എന്നാൽ മൗലവി താങ്കൾക്ക് തുഹ്ഫ കാണുക മാത്രമാണ് അതിലുള്ളത്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളിത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. തുഹ്ഫയിൽ ബഹുമാനപ്പെട്ടവരും ഔ തഅ്വീലിഹി ബിമാ ഹുവ മുസ്തലഹുൻ അലൈഹിം ബൈനഹും എന്ന് ഇബ്നുൽ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഅ്വീൽ ചെയ്യണമെന്ന് പറഞ്ഞത് എവിടെയാണ്? അവർക്ക് തക്ലീഫ് ഇല്ലാത്ത സ്വഹവിന്റെ ഘട്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? തക്ലീഫുള്ള സമയത്താണെങ്കിൽ അവിടെ വലിയെന്നോ അല്ലാത്തവരെന്നോ ഹുക്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മുക്കല്ലഫായിരിക്കുക അനല്ലാഹ് എന്ന് പറഞ്ഞാൽ കാഫിറാവോ? കാഫിറാകും. പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. എന്നാൽ അങ്ങനെ തന്നെയാണ് വലിയാകുമ്പോഴും എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി ഞാനത് വായിച്ചെന്നിട്ടില്ലേ. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, വഖൗൽ ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുഅസ്സറു വലിയുൻ ഖാല അനല്ലാഹ്, അനല്ലാഹ് എന്നൊരു വലിയ പറഞ്ഞാൽ ആ വലിയനെ തഅസീർ ചെയ്യണം എന്ന് പറഞ്ഞതിൽ ഫീഹി നദറുൻ ലിഅന്നഹു, എന്താണത്? അതിൽ നദറുണ്ട്. അത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലിഅന്നഹു ഇൻ ഖാലഹു വഹുവ മുകല്ലഫുൻ, ആ വലിയ പറഞ്ഞത് അയാൾ മുകല്ലഫായിരിക്കെയാണ് പറഞ്ഞതെങ്കിൽ ഫഹുവ കാഫിറുൻ ലാ മഹാലത, കാഫിറാണ്, ഒരു സംശയവുമില്ല. ഒരു വലിയ അങ്ങനെ പറയോ? ഒരു വലിയ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ അവസ്ഥ എന്താണ്? സി എം വലിയ തങ്ങളെ കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഈ മൗലവി ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇമാമുകൾ പറഞ്ഞ സത്യത്തെ മറച്ചു വെക്കാൻ ഈ മൗലവി എത്ര സമയ ചിലവഴിക്കുന്നത്? എത്രയാണ് അതിനെ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്? ഇമാമുകൾ പറയുന്നു വഹുവ മുകല്ലഫുൻ, മുകല്ലഫായിരിക്കെയാണ് ആ പദം പറഞ്ഞതെങ്കിൽ കാഫിറാണ്, ഒരു സംശയവുമില്ല. വഇൻ ഖാലഹു ഹാലൽ ഗൈബത്തിൽ മാനിഅത്തിൽ തക്ലീഫി ഫഅയ്യു വജ്ഹിൽ ലിത്തഅസീരി, ഇനി ഗൈബത്തിന്റെ അവസ്ഥയിലാണ് പറഞ്ഞതെങ്കിൽ പിന്നെന്തിനാ തഅസീർ ചെയ്യുന്നത്? വ്യക്തമായി പറഞ്ഞു. മുക്കല്ലഫായിരിക്കെ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ വലിയ അങ്ങനെ പറയൂല. ഇനി വലിയ പറഞ്ഞാൽ പോലും മുക്കല്ലഫാണെങ്കിൽ കാഫിറായി പോകുമെന്ന് പറഞ്ഞില്ലേ? ഇതേ മസ്അല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിലെ സ്വഹവിനെ രണ്ടായിട്ട് വിശദീകരിച്ച് പറഞ്ഞു. സ്വഹവ് ഇഖ്തിയാറിന്റെ അവസ്ഥയിലാണ് പറഞ്ഞതെങ്കിൽ അവിടെ ഹുക്മ ബന്ധിക്കും, ആ ഹുക്മ കാഫിറായി പോകും എന്ന ഹുക്മ ബന്ധിക്കും എന്ന് പറഞ്ഞില്ലേ? ഇനി തുഹ്ഫയിൽ തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞത് മൂടി വെച്ചുകൊണ്ട് കളവ് നടത്തിയിട്ടല്ലേ നൗഷാദെ വീണ്ടും മഹാന്മാരുടെ പേരിൽ ഈ പരിഹാസം പറയുന്നത്? എന്താണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു? വയഹ്റമു ദർബുൽ കൂബത്തി വഹിയ തുബുലുൻ ത്വീലുൻ ദയ്യിഖുൽ വസതി എന്ന് പറഞ്ഞ് ഈ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് ലർറഖസു, റഖസിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത് എന്ന് വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് ഫലാ യഹ്റമു വലാ യുക്റഹു എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ് വസ്തസ്നാ ബഅ്ദുഹും, എന്നാൽ ചില പണ്ഡിതന്മാർ ആ മസ്അലയിൽ നിന്നും ഒഴിവാക്കി. ആരെ? അർബാബുൽ അഹ്വാൽ, അർബാബുൽ അഹ്വാലുകളെ അഥവാ ഔലിയാക്കളെ ഒഴിവാക്കി. ഔലിയാക്കൾ ഇപ്രകാരം മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് ഫലാ യുക്റഹു ലഹും, അവർക്ക് കറാഹത്താവുകയില്ല. വഇൻ ഖുൽനാ ബികറാഹതിഹി അല്ലതി ജറാ അലൈഹാ ജംഉൻ,
എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കൾ ഈ മസ്അലയിൽ നിന്നും ഒഴിവാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു വറദ്ദഹുൽ ബുൽഖൈനിയു, ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു ആ ബഅദ് പറഞ്ഞ അഭിപ്രായത്തെ അവിടെ റദ്ദ് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു ബിഅന്നഹു, അവരിൽ നിന്നും ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം ഉണ്ടായത് ഇൻകാന ബിഖ്തിയാരിഹിം, അവരുടെ ഇഖ്തിയാറോടുകൂടെയാണെങ്കിൽ, അതാണ് നേരത്തെ പറഞ്ഞ സഹ്ബ് വൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞ അവസ്ഥ. ഇഖ്തിയാറോടുകൂടെയാണെങ്കിൽ, അവരുടെ തക്ലീഫിന്റെ അവസ്ഥയിലാണെങ്കിൽ ഫഹും കഗൈരിഹിം, അവരും മറ്റുള്ളവരും ഈ മസ്അലയിൽ ഒരുപോലെ തന്നെയാണ്, ഹുക്കുമിൽ ഒരുപോലെ തന്നെയാണ്. അപ്പൊ വലിയാണ്, ആ വലിയ തക്ലീഫിന്റെ വേളയിലാണോ എങ്കിൽ ആ വലിയും മറ്റു മുഅ്മിനീങ്ങളും ഹുക്കുമിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. ഇല്ല, അവർ ഇഖ്തിയാറിന്റെ അവസ്ഥയിലല്ല, തക്ലീഫിന്റെ വേളയിലല്ല എങ്കിൽ ഫലൈസു മുകല്ലഫീൻ, അവർ തക്ലീഫില്ലാത്തവരാണല്ലോ. വളരെ വ്യക്തമായി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുഹ്ഫയിൽ ഈ മസ്അല തക്ലീഫുള്ള വേളയിൽ വലിയിൽ നിന്നും വരുന്ന പദങ്ങൾ, ആ പദങ്ങൾക്ക് മറ്റു മുഅ്മിനീങ്ങളിൽ നിന്നും വരുന്ന പദങ്ങൾക്ക് എന്ത് ഹുക്കുമാണോ പറയുന്നത് അതേ ഹുക്കുമ് തന്നെ ഔലിയാക്കൾക്കും പറയണമെന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ പറഞ്ഞു വെച്ചത് മൂടിക്കളഞ്ഞിട്ടാണ് ഈ നൗഷാദ് മൗലവി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഇവർക്ക് മരിച്ചു പോകണ്ടേ? ഇവർക്ക് മരണമില്ലേ? അള്ളാഹുവിൻ്റെ കോടതിയില്ലേ? മഹ്ശറയില്ലേ? ഖബറില്ലേ? സ്വർഗമില്ലേ? നരകമില്ലേ? ഈ കാര്യത്തെക്കുറിച്ച് അല്പം പോലും ഭയമില്ലേ മൗലവി? മഹാന്മാര് കൃത്യമായി എഴുതി വച്ച മസ്അലയില്ലേ, ആ മസ്അല മൂടിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കപ്പെടാനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കപ്പെടാനും വേണ്ടി അവർ ഏറ്റവും വലിയ തെറ്റായ തക്ലീഫുള്ള സമയത്ത് കുഫറിന്റെ വാചകം തന്നെയും പറഞ്ഞിട്ടുണ്ട് എന്ന പേരിൽ മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പേരിൽ താങ്കൾ പറയുന്ന കളവ് അത് എത്രമാത്രം വലിയ അക്രമമാണ് മൗലവി. മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളെ ഇതിലധികം പരിഹസിക്കപ്പെടാൻ, ഇതിലധികം മോശമായി ചിത്രീകരിക്കാൻ ഇനി ഏത് പദപ്രയോഗമാണ് താങ്കൾക്ക് നടത്താൻ കഴിയുന്നത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്നും അത്തരം ചില പദപ്രയോഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്, ഹല്ലാജ് തങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്, അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഇബ്നു അറബി തങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളുടെ മാന എന്താണ്, അതിൻ്റെ സാഹചര്യം എന്താണ് എന്നത് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ അവരുടെ കിതാബുകളിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ നിന്നും മാറി അത്തരത്തിലുള്ള ഫനാഇന്റെ ഘട്ടത്തിലല്ല പറഞ്ഞത്, അവർ തക്ലീഫിന്റെ ഘട്ടത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ, സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ താങ്കൾ ഈ പറയുന്ന കളവിൻ്റെ വിപത്ത് എത്രയാണെന്നറിയാമോ? മഹാന്മാര് കുഫറാകുമെന്ന് പച്ചയിൽ കിതാബിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ആരോപിക്കുകയല്ലേ? അതെത്ര വലിയ തെറ്റാണ്, എത്ര വലിയ തെറ്റാണ്. സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് തക്ലീഫിന്റെ സമയത്ത് കുഫറിന്റെ വാചകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തുഹ്ഫയിൽ പറഞ്ഞത് പ്രകാരം അതേ തക്ലീഫിന്റെ ഇഖ്തിയാറിന്റെ സമയത്താണെങ്കിൽ ഫഹും കഗൈരിഹിം, ഔലിയാക്കൾ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, ആ ഹുക്കുമിന്റെ വിഷയം അവർക്കും ബാധകമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ കൃത്യമായി മസ്അല പറഞ്ഞിട്ട് ആ മസ്അല മൂടി വെച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുകയല്ലേ മൗലവി? താങ്കൾക്ക് മരിച്ചു പോകണ്ടേ? ഏതെങ്കിലും ആലിമീങ്ങളോടുള്ള ദേഷ്യത്തിന് വേണ്ടി, ഏതെങ്കിലും പ്രസ്ഥാനത്തിനോടുള്ള ദേഷ്യത്തിന് വേണ്ടി താങ്കളുടെ ഭാഗത്തുനിന്നും വലിയ ഭീമമായ അബദ്ധം സംഭവിച്ചപ്പോൾ ഞങ്ങളെ ആലിമീങ്ങളെ അവരതാ നസീഹത്ത് ഉദ്ദേശിച്ച്, താങ്കളുടെയും പ്രസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ഉദ്ദേശിച്ച് താങ്കളെ തിരുത്തി തന്നപ്പോൾ, താങ്കളെ ഉപദേശിച്ചപ്പോൾ ആ ആലിമീങ്ങളോട് ശത്രുത വെക്കുകയും
അവരോട് കടുത്ത പകയും വിദ്വേഷവും വെക്കുകയും ആ ആലിമീങ്ങളെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടുവരികയും അവരെ മുഴുവനും ചീത്ത പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന മൗലവി, ചോദിക്കട്ടെ, ലാ തഅതബന്ന അഹദൻ ഫളലൻ അനിൽ ഉലമാ, ഒരാളെയും ഈബത്ത് പറയണ്ട, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് ഈബത്ത് പറയേണ്ടതില്ല. കാരണം പണ്ഡിതന്മാരുടെ മാംസത്തിൽ വിഷമുണ്ട്. ആ വിഷമേറ്റാൽ നിന്റെ ഈമാൻ നശിച്ചു പോകും, നിന്റെ ആഖിബത്ത് മോശമായി പോകുമെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം മൗലവി താങ്കൾക്ക് ബാധകമല്ലേ? താങ്കളെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് ബാധകമല്ലേ? അതേ ത്വരീഖത്താണെന്ന പേരിൽ കള്ള ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആ മൗലവിമാർക്ക് മുഴുവനും ബാധകമല്ലേ? ഞാനിത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചോദിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മൗലവി ഇങ്ങനെ ഔലിയാക്കളെ പരിഹസിക്കുന്നത്? വളരെ കൃത്യമായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തക്ലീഫുള്ള സമയത്ത്, ഇഖ്തിയാറുള്ള സമയത്ത് ഒരു വലിയും ശരീഅത്തിന് വിരുദ്ധമായത് പറയൂല, ശരീഅത്ത് വിരുദ്ധമായത് ചെയ്യൂല. അവർ അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി ഉയർന്നുയർന്ന് വലിയ മർത്തബയിലെത്തിയ മഹാന്മാരാണ്. അള്ളാഹുവിൻ്റെ വഴിപ്പെടുന്ന വിഷയത്തിൽ മറ്റുള്ളവരെക്കാൾ വളരെ മുന്നേറിയ മഹാന്മാരാണ്. ആ മഹാന്മാർ തക്ലീഫിന്റെ സമയത്ത് ഇത്ര വലിയ അപകടമായ വാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മഹാന്മാരിലേക്ക് ഫിസ്ഖ് ചേർക്കലല്ലേ മൗലവി? അതല്ല, തക്ലീഫുള്ള സമയത്തും മഹാന്മാരിൽ നിന്നും അത്തരം പദപ്രയോഗം വരുമെന്ന് ഏതെങ്കിലും ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞതുണ്ടോ മൗലവി? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞ ഈ മസ്അല ശരിയല്ല എന്ന് താങ്കളോട് ആരാ പറഞ്ഞത് മൗലവി? ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ തിരുത്താൻ മാത്രം താങ്കളുടെ കയ്യിൽ ഏത് പിശാചിന്റെ ദുർവ്യാഖ്യാനമാണ് മൗലവി? എത്ര വലിയ അപകടമാണ്, എത്ര വലിയ അപകടമാണ് സഹോദരങ്ങളെ. നമ്മളിത് അവസാനിപ്പിച്ചതാണ്. ഈ മൗലവിൻ്റെ ഈ വിവരക്കേടിന് മറുപടി അർഹിക്കാത്തതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്നവരാണ്. അവരാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും പിടിവള്ളിയായിട്ടുള്ളത്. ആ മഹാന്മാർ ഉഹിബ്ബസ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സ്വാലിഹീങ്ങളെ നാം ഇഷ്ടപ്പെടുന്നു, നാം അവരിൽപ്പെട്ടവരല്ലെങ്കിലും പക്ഷേ അവർ മുഖേന അള്ളാഹുവിങ്കിൽ നമുക്ക് രക്ഷയുണ്ട് എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, മഹാന്മാരായ സ്വാലിഹീങ്ങളോടുള്ള നമ്മുടെ മഹബത്ത്, ആ മഹബത്ത് ചെറുതല്ല. ആ മഹബത്തിലൂടെ പരലോകത്ത് വലിയ രക്ഷയാണ് നമ്മുടെ പ്രതീക്ഷ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള ഔലിയാക്കളെ നാം വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ മുഖേന അള്ളാഹുവിങ്കിൽ നമുക്ക് രക്ഷയുണ്ട് എന്ന പ്രതീക്ഷയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച്, സിയം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പുത്തൻവാദികൾ ഈ തോന്നിവാസങ്ങൾ പറയുമ്പോൾ, ആ തോന്നിവാസങ്ങൾക്ക് അവർ കിതാബിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയുമ്പോൾ ആ മഹാന്മാരെ സംബന്ധിച്ച് അത്തരം അബദ്ധങ്ങൾ പറയാൻ പാടില്ല. അതിന് നമ്മൾ അനുവദിക്കുകയില്ല എന്ന് പറയേണ്ടത് സാധുക്കളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുമ്പോൾ, പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, പ്രമാണങ്ങളെ മൂടിവെച്ച് അതിൽ ഇല്ലാത്തത് പറയുമ്പോൾ, ഇമാമുകളുടെ മേലിൽ കളവ് പറയുമ്പോൾ ഇൽമിൻ്റെ ഖാദിമെന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ പറയുന്നത് മുഴുവനും കളവാണ്, അതിൻ്റെ യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ഒരു ബാധ്യതയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ മൗലവി എവിടെ കിതാബ് വായിച്ചോ, ഏത് ഇബാറത്ത് വായിച്ചോ, അവിടെയെല്ലാം കളവുണ്ടാകും, അവിടെയെല്ലാം വഞ്ചനയുണ്ടാകും.
10-12 കൊല്ലമായി ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഇതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കിതാബ് മറിക്കുക, അതിലില്ലാത്ത അർത്ഥം പറയുക, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് മൂടിവെക്കുക. പണ്ട് ജൂത ക്രിസ്തീയ പുരോഹിതന്മാര്, പാതിരിമാര് തൗറാത്തിലും ഇഞ്ചിയിലും ചെയ്തതുപോലെ അവർക്കിഷ്ടപ്പെടാത്തതിനെ മൂടിവെക്കുകയും അവർക്കിഷ്ടമുള്ളത് മാത്രം വായിക്കുകയും അവർക്ക് തോന്നിയത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു ശൈലി, അതേ ശൈലി തന്നെയാണ് ഈ മൗലവിയും ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഉം മുതഅല്ലിമീങ്ങളും ഇവിടെയുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കിതാബുകളിൽ തിരുമറി നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി 1-2 കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മഹാന്മാരോടുള്ള ഇസ്തിഗാസ, ആ ഇസ്തിഗാസയുടെ അർത്ഥം എന്താണ് എന്നത് നമ്മൾ വിശദീകരിച്ചു. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സഹായം സൃഷ്ടിച്ചു തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാന്മാർ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മഹാന്മാരെ നിമിത്തമായി അല്ലാഹു സഹായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ കിതാബുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മളത് പറഞ്ഞു. എന്നാൽ അവിടെയും മൗലവി അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ദുർവ്യാഖ്യാനിക്കാനും വന്നു. എപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാനുള്ള നിമിത്തമാണ് മഹാന്മാർ എന്നത് എല്ലായിടത്തും പറയണോ? പറയേണ്ടതില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് നിമിത്തമാണ് എന്ന് പറയേണ്ടതുണ്ടോ? പറയേണ്ടതില്ല, എല്ലായിടത്തും പറയേണ്ടതില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമാണെന്ന് എല്ലായിടത്തും പറയേണ്ടതില്ല. പിന്നെയോ അതിൻ്റെ സാഹചര്യം എന്താണ്? അത് ബിഅയത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബ് മറിച്ച് വായിച്ച് ഞാനത് വിശദീകരിച്ചില്ലേ. സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ തെറ്റിദ്ധരിപ്പിക്കുവാൻ, അവരുടെ വിശ്വാസം പിഴപ്പിക്കുവാൻ പുത്തൻവാദികളായ ആളുകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നമുക്കതിൻ്റെ വിശദീകരണം പറയേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹാന്മാർ സഹായിക്കുമെന്ന് ഇസ്തിഗാസയെ നിഷേധിച്ച വഹാബികളുടെ മുമ്പിൽ നമ്മുടെ മഹാന്മാരായ ഉലമാ വിശദീകരിച്ചു. പഴയകാലം മുതൽക്ക് തന്നെ. അന്ന് അവരാരും ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് ഈ കുരുവട്ടൂരികളെപ്പോലുള്ള വ്യാജന്മാർ വന്നു. അവർ പറയുന്നു ഞങ്ങൾ ഇസ്തിഗാസയെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് അവർ പറയുന്നു അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കഴിവ് അള്ളാഹു നേരത്തെ കൊടുത്തിട്ടതാണ്, അതൊരു മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള പ്രമാണവിരുദ്ധമായ ആശയം പറഞ്ഞു. അത് വെച്ചുകൊണ്ട് വഹാബികൾ ജനങ്ങളുടെ ഈമാനിനെ വില പറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് വിശദീകരിക്കേണ്ടി വന്നു. അത്തരം സാഹചര്യങ്ങളിൽ അത് വിവരിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് ബിഅയയിൽ നാം വിശദീകരിച്ചു. അത് പറഞ്ഞപ്പോൾ മൗലവി ബിഅയയെ പരിഹസിച്ചു. ബിഅയ എന്ത് ബിഅയ? അതിനു മുമ്പ് വന്ന കിതാബുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൗലവി ശിഫാഉസ് സഖാം വായിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് മൗലവി എടപ്പാളിൽ വെച്ച് പറഞ്ഞതെന്ന് കേൾക്കാം. പിന്നെയോ എങ്ങനെ പറയണം? ബദരീങ്ങൾ മുഖേന അല്ലാഹ് സഹായിച്ചു. ഇവിടെ ശ്രദ്ധിക്ക, മുഹിയുദ്ദീൻ ഷെയ്ഖ് മുഖേന അല്ലാഹ് സഹായിച്ചു. നമ്മൾ അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. തുടങ്ങി മുഴുവൻ മുഖേനയാക്കി. ഭാര്യ ചായ തന്നു എന്ന് പറഞ്ഞിടത്ത് അല്ലാഹ് ചായ തന്നു ഭാര്യ മുഖേന. മാത്രല്ല മദ്രസിൽ നമ്മൾ പഠിച്ചില്ല എന്താ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? വഹ്യു എത്തിച്ചു കൊടുക്കുക. വഹ്യു എത്തിച്ചു കൊടുക്കല് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം അല്ലല്ലേ. അപ്പൊ അല്ലാഹ് വഹ്യു എത്തിച്ചു കൊടുത്തു ജിബ്രീൽ മുഖേന. പറഞ്ഞേക്കി മദ്രസിലെ ബുക്കൊക്കെ തിരിച്ചെഴുതി. ആരാ? ഇടി, മഴ പോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ ചെയ്യുന്നതാണ്. അള്ളയാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം. ഇനി മദ്രസയിലെ ബുക്കൊക്കെ മാറ്റി. ആരാ? ഇടി, അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരന്തമെന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി പോലും ഇപ്പം മാറ്റിക്കൊടുത്തു. അത് ഇവരെ ഇടപെട്ടുകൊണ്ട് മാറ്റിക്കൊടുത്തതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? വഹി എത്തിച്ചു കൊടുക്കലാണ്. എന്നാൽ ഇവർ അഡീഷണലായിട്ട് കൊടുത്തു. ഇടി, മഴ, കാറ്റ് തുടങ്ങിയതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചുമതലയിൽ ഉൾപ്പെടുത്തി. ഇപ്പം മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തൊഹിൽ രഹിതനായി നിൽക്കുകയാണ്. എന്തൊരു വിഡ്ഢിത്താണ് ഈ പറയുന്നത്. അത് സബ്ഖുൽ ലിസാനാണെന്നൊന്നും പറയണ്ട. കാരണം നിങ്ങൾ മൈക്കുകളാണല്ലോ, മൈക്കുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരല്ലേ. ഈ മൈക്ക് ഇപ്പം ഞാൻ പറയുന്നതേ മൈക്ക് പറയുള്ളൂ. മൈക്ക് സ്വന്തമായിട്ട് മൈക്കിനൊരു അബദ്ധം പറ്റൂല. ഞാൻ പറഞ്ഞ അബദ്ധം മൈക്ക് വിളിച്ചു പറയും, ഞാൻ പറഞ്ഞ ശരി മൈക്ക് വിളിച്ചു പറയും. ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഈ മൈക്ക് പറയുന്നത്. അപ്പോൾ മൈക്കുകളാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ഉന്നത ഹദറത്ത് നിന്ന് കിട്ടിയ വിവരമാണ്. അപ്പോൾ ആ ഹദറത്തിൻ്റെ വിവരം എത്ര ഉണ്ട് നോക്കി നിങ്ങൾ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. അങ്ങനെ എത്ര അബദ്ധങ്ങളുണ്ട്. ഇയാളുടെ കിതാബ് വായകനൊക്കെ നോക്കിയാൽ എത്ര അബദ്ധങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പറയുന്നത് മാത്രമാണോ അബദ്ധം? അല്ല, മുഴുവനും അബദ്ധമാണ്. അപ്പം ഈ അബദ്ധം മനുഷ്യനെ സംഭവിക്കൂലേ? സംഭവിക്കും. പക്ഷേ ആ സംഭവിക്കൂല എന്നുള്ള അവകാശവാദമല്ലേ നിങ്ങളുടേത്? മൈക്കുകളാണെന്നുള്ള അവകാശവാദമല്ലേ? അങ്ങനെ അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് പറയുന്നത് മുഴുവൻ അബദ്ധവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പം എന്താ ഇയാൾ പറഞ്ഞത്? മഹാന്മാര് നിമിത്തമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചപ്പോൾ അതിനെ പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന്. അത് നമ്മൾ വിശദീകരിച്ചതല്ല, ഇമാമുകൾ പറഞ്ഞതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണത്. അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. അബൂജഹൽ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അബൂജഹലും അബൂലഹബും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടല്ലേ ഈ കുരുവട്ടൂരികൾ പൊളിച്ച് കയ്യിൽ കൊടുക്കല്. കയ്യിൽ തന്നു നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ മുഴുവൻ പുത്തൻവാദവും കിതാബുകളിൽ നടത്തിയ തിരുമറിയും അവിടെ നടത്തിയ വഞ്ചനകളും ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടിയ അനുഭവം പറയണം പോലും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. മഹാന്മാര് നിമിത്തമാണ് എന്ന എല്ലായിടത്തും പറയണ്ട. പിന്നെ അത് പറയേണ്ടത് എപ്പോഴാണ്? ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന രൂപത്തിൽ നിങ്ങളെപ്പോലുള്ള പുത്തൻവാദികൾ വന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് പറയേണ്ടതുണ്ട്. അത് ബിഅയ നമ്മൾ വായിച്ച് വിശദീകരിച്ച് തന്നപ്പോൾ മൗലവിക്ക് ബിഅയനെ തൊടാൻ കഴിഞ്ഞില്ല. ഞാനതിൽ പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് പറഞ്ഞില്ല. ഞാൻ ആ വായിച്ചത് ബിഅയയിൽ ഇല്ല എന്നും പറഞ്ഞില്ല. പിന്നെ മൗലവി ബിഅയനെ ഒറ്റത്തള്ള്. ബിഅയ കുറേ കാലം ഈ അടുത്ത് വന്ന കിതാബാണ്. അതിന് മുമ്പ് വന്ന ശിഫാഉസ് സഖാമിൽ നിങ്ങളെ പറഞ്ഞ പോലെയല്ല എന്ന് പറഞ്ഞു. മൗലവി വായിച്ചു. കസ്ബ് ഇഖ്തിയാറാണെന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ ഖണ്ഡിച്ചു. മൗലവി, അത് താങ്കളുടെ ജഹാലത്താണ്. കസ്ബ് തന്നെയാണ് മഹാന്മാർ നിമിത്തമാവുക എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി ഒന്നും കൂടി പഠിച്ചോ. ശിഫാഉസ് സഖാമിൽ നിന്ന് തന്നെ ഞാൻ വായിക്കുക. വയഖൂലു ഇസ്തഅസ്തുല്ലാഹ വഇസ്തഗൈസു ബില്ലാഹ്. അല്ലാഹുവിനോട് ഞാൻ സഹായം ചോദിച്ചു, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സഹായം തേടി എന്നൊക്കെ പറഞ്ഞാൽ ബിമഅന ത്വലബി ഖൽഖിൽ ഗൗസി മിൻഹു, അല്ലാഹുവിൽ നിന്ന് സഹായം പടച്ചു തരാൻ ആവശ്യപ്പെടലാണ്. ഫല്ലാഹു തആല മുസ്തഗാസുൻ ഫൽ ഗൗസു മിൻഹു ഖൽഖൻ വഈജാദ. അല്ലാഹു തആല അപ്പോൾ മുസ്തഗാസാണ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായം ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ വന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഗാസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ തങ്ങൾ മുസ്തഗാസാണ്. ഫൽ ഗൗസു മിൻഹു തസബ്ബുബൻ വകസ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിമിത്തമാകുമെന്ന അർത്ഥത്തിലാണ്, അവിടെ നിന്ന് കസ്ബ് ചെയ്യുമെന്ന അർത്ഥത്തിലാണ്. ആ കസ്ബ് മുഖേന അല്ലാഹു തആല സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാ ഇമാമുകളും പഠിപ്പിച്ചതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ ഒക്കെ പഠിപ്പിച്ചതാണ്. എന്നാൽ ഇതിനെ പൊളിച്ച് കയ്യിൽ തന്നു എന്നാണ് മൗലവി പറയുന്നത്. ഈ ആശയത്തെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അബൂജഹലും മുത്ബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ പണ്ട് മുതലേ ശ്രമം നടത്തിയത്. അത് പിന്നീട് ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബ് അടക്കമുള്ള പുത്തൻവാദികൾ ഏറ്റെടുത്തത്. ഇന്ന് സക്കരിയ മൗലവി അടക്കമുള്ള മറ്റു മൗലവിമാർ ഏറ്റെടുത്തിരുന്നത്. അനസ് മൗലവിയും അതുപോലെ ഹുസൈൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയും അടക്കമുള്ള ഹനീഫ കായക്കൊടി അടക്കമുള്ള വഹാബികൾ ഏറ്റെടുക്കുന്നത്. ആ വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഏറ്റെടുത്തത് അതേ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഖിയാമത്ത് നാൾ വരെ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഈ മൗലവിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ സംബന്ധിച്ച് എന്ത് തോന്നിവാസവും പറയാം എന്ന ഒരു രൂപത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ഈ മൗലവിമാരും. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്ത് ഫസാദും പറയുന്നു, എന്ത് തോന്നിവാസവും പറയുന്നു. അവരെ സംബന്ധിച്ച് അവർ സ്ത്രീകളെ കൂടെ ഇരിക്കുന്നവരാണ്, സ്ത്രീകളെ പിടിക്കുന്നവരാണ്, ആണിനെ പെണ്ണാക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുകയാണ്. കേൾക്കൂ നിങ്ങൾ. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക്? അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ.
നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് പറയാണ് ഈ മൗലവി, ഒരു നാണവും ഇല്ലാതെ പറയാണ്, ഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅത്. നാണല്ലെങ്കിൽ തോന്നിയതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്, ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മഹാന്മാരുടെ മേലിൽ അഡ്രസ് ഉണ്ടാക്കി ചെയ്യാം. നീയും നിന്റെ ഭാര്യയും ഒക്കെ ഔലിയാക്കൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ കള്ളത്തൊരീക്കത്തിന്റെ ശൈഖന്മാരുടെ അടുക്കലേക്ക് ഭാര്യനെ പറഞ്ഞേക്കാൻ, ഈ തോന്നിവാസങ്ങൾക്ക് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലല്ലേ വെച്ച് കെട്ടുന്നത്? ഇതിനെ നമ്മുടെ മുസ്ലിം സമൂഹം എടുത്ത് നന്നായി വിമർശിച്ചപ്പോൾ മൗലവി എടപ്പാളിൽ വന്നിട്ട് അതിന് തെളിവ് പറയാണ്. എന്താ തെളിവ്? ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദ് സി.എം. വലിയുള്ളാഹി തങ്ങളുടെ മൗലിദിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധരുമൊക്കെ സി.എം. വലിയുള്ളാഹി തങ്ങളെ സമീപം വന്ന് അവരുടെ ആവലാതി പറയാറുണ്ട് എന്ന അർത്ഥം വരുന്ന ഉസ്താദിന്റെ ഇബാറത്ത് വായിച്ചിട്ടാ ഇതിന് തെളിവ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ മൗലവി എന്തൊരക്രമാ ചെയ്യുന്നത്! പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് എന്തൊരു ക്രൂരതയാ ചെയ്യുന്നത്! യുക്തിവാദികൾക്കും വിദണ്ഡവാദികൾക്കും ഇസ്ലാം വിരുദ്ധർക്കും മതവിരുദ്ധർക്കും ഈ മഹത്തായ മതത്തെയും മതത്തിന്റെ പ്രമാണങ്ങളെയും അല്ലാഹുവിന്റെ ഔലിയാക്കളെയും പരിഹസിക്കാൻ വേണ്ടി പാലം പണിത് കൊടുക്കുകയല്ലേ മൗലവി ചെയ്യുന്നത്? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവരെ സമീപത്ത് വന്ന് പെണ്ണുങ്ങൾ വന്ന് അവരെ പിടിച്ചിരുത്തുന്നു, അവർക്കിഷ്ടപ്പെട്ടവരെ അവരെ കൂടെ ഇരുത്തുന്നു, അവരെ പിടിക്കുന്നു. നിന്റെ ഭാര്യയും നീയൊക്കെ തുല്യമാണ്, അതുകൊണ്ട് നീ വരുന്നത് പോലെ നിന്റെ ഭാര്യയും ഔലിയാക്കളെ സമീപത്തേക്ക് വന്നിരിക്കണം, അവരെ കാണണം, തൊടണം, പിടിക്കണം എന്നൊക്കെ പറയാനാണോ മൗലിദിൽ പറഞ്ഞത്? അല്ലല്ലോ. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ എല്ലാവരുടെയും അഭയമാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങളും അവരുടെ പരാതികളും മഹാന്മാരായ ഔലിയാക്കളെ സമീപം വന്ന് പറയാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപം വന്ന് എല്ലാവരും പരാതി പറഞ്ഞിരുന്നു. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കളും അങ്ങനെ തന്നെയാണ്. സി.എം. വലിയുള്ളാഹി തങ്ങളുടെ അവിടുത്തെ ഹളറത്തിൽ വന്ന് സ്ത്രീകളും അവരുടെ പരാതികൾ പറഞ്ഞിരുന്നു, അവരുടെ രോഗത്തിൻ്റെയും മറ്റു വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളും വൃദ്ധരും എല്ലാവിധം ആളുകളും വന്നിരുന്നു എന്ന് പറയുന്ന മൗലിദിന്റെ ഇബാറത്തിനെ, വാചകങ്ങളെ ഔലിയാക്കളെ സംബന്ധിച്ച് തോന്നിവാസം പറയാൻ ഈ മൗലവി തെളിവാക്കുകയല്ലേ? ആ വാചകങ്ങളാണ് ഇത്തരത്തിലുള്ള കള്ളത്തൊരീഖത്തിന്റെ ആളുകൾ നടത്തുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും തെളിവായി ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ഇവർ ചെയ്യുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും പ്രമാണമുണ്ടാക്കാനുള്ള ശ്രമമാണ്, മതത്തിന്റെ ലേബലൊട്ടിക്കാനുള്ള ശ്രമമാണ് ഈ മൗലവിമാര് നടത്തുന്നത്. വലിയ അക്രമമാണ്. ഇവർ ചെയ്യുന്ന ഏത് ശരീഅത്തിന്റെ വിരുദ്ധതയും, ഏത് ശരീഅത്ത് വിരുദ്ധതയും, ഏത് ഹറാമും, ഏത് തോന്നിവാസങ്ങളും, ഏത് ഫിസ്ഖും അതെല്ലാം ഔലിയാക്കളും ചെയ്തതായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഔലിയാക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ മൗലവിമാര്. ഔലിയാക്കളുടെ ഏറ്റവും വലിയ എതിർകക്ഷികളാണ് ഈ മൗലവിമാര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ ശരീഅത്തിന് വിരുദ്ധമായ ഒന്നും അവർ തക്ലീഫിൻ്റെ ഘട്ടത്തിൽ ചെയ്യുകയേയില്ല. അങ്ങനെയുള്ള മഹാന്മാരെ സംബന്ധിച്ചാ പറയുന്നത്, അവർ സ്ത്രീകളെ അടുത്തിരുത്തുന്നവരാണ്, സ്ത്രീകളെ പിടിക്കുന്നവരാണ്, അതുപോലെ പുരുഷനെ കാണുന്നത് പോലെ സ്ത്രീകളെയും കാണുന്നവരാണ്, പുരുഷനോട് പെരുമാറുന്നത് പോലെ സ്ത്രീകളോടും പെരുമാറുന്നവരാണ് എന്നൊക്കെ പറയുന്ന കളവ് പറയുന്ന കദ്ദാബുകളാണ്, ആളുകളെ കബളിപ്പിക്കുന്ന ദജ്ജാലുകളാണ് ഈ മൗലവിമാര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ അഖീദാ സമ്മേളനം കഴിഞ്ഞു. അഖീദാ സമ്മേളനം പ്രൗഢമായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, സുന്നത്തി ജമാഅത്തിന്റെ അഖീദ ഭദ്രമാണ്. ഏത് പ്രതിസന്ധിയുടെയും മുമ്പിലും, ഏത് മതവിരുദ്ധൻ്റെയും യുക്തിവാദിയുടെയും അതുപോലെ ഇദ്ദേഹത്തെ പോലുള്ള ഏത് പുത്തൻവാദിയുടെയും മുമ്പിൽ നമ്മുടെ വിശ്വാസം ഭദ്രമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി. അതിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ വഹാബി മൗലവിയായ ചുഴലിയെ നന്നായി ഗണ്ണിച്ചു. ചുഴലി മൗലവി പറഞ്ഞു, ഖുത്ബിയത്ത് ചെല്ലുന്നത് കൊണ്ട് ഇവിടെയുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, അവരുടെ ആയിരക്കണക്കിന് പള്ളികളൊക്കെ ഹൈന്ദവ സഹോദരങ്ങളുടെ അമ്പലം പോലെയാണ് എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചു. എന്നാൽ ആ ചുഴലി മൗലവി നമ്മുടെ ഖുത്ബിയത്ത് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഖുത്ബിയത്തിന്റെ ഓരോ വാചകവും ചൊല്ലി ഉസ്താദ് അവറുകൾ കൃത്യമായിട്ട് ഗണ്ണിച്ചു. എന്നാൽ ചുഴലിയെ ഗണ്ണിച്ചപ്പോൾ അത് നൗഷാദിന് പിടിച്ചില്ല.
കാരണം സ്വന്തം സുഹൃത്തിനെ ഖണ്ഡിക്കുമ്പോൾ നൗഷാദിന് വേദനിക്കൂലേ? ആ വേദന പറയട്ടെ നൗഷാദ്. അതായത് കുത്തുബിയ്യത്ത് ഇയാൾ പറയാണ്, ഇതിന്റെ ആദ്യം കൂടെ എടുക്കുക. അതിന്റെ ആദ്യത്തിലുണ്ടല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ദുആ, അതാണ് ഇയാൾ ആദ്യം ചുവലിനോട് പറയുന്നത്. എന്നാൽ ഈ ദുആ കുത്തുബിയ്യത്തിൽപ്പെട്ടതാണോ? ഈ ദുആ കുത്തുബിയ്യത്തിൽപ്പെട്ടതാണോ പരിശോധിക്കുക. ബാവുസ്താദ് ഇതാണ് വഅവ്വലു ഹാദിഹിൽ ഖസീദ സദഖത്തുല്ലാഹിൽ ഖാഹിരി എഴുതിയ കുത്തുബിയ്യത്തിന്റെ ആദ്യം ഖൗലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ വശുക്റു ശുക്റൻ അസീസൻ വാസിബൻ റഗദാ. ഈ വരി മുതലാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച കുത്തുബിയ്യത്ത്. അപ്പൊ ഈ ദുആഓ വഅമ്മാ മുഖദ്ദിമത്തുഹാ അൽ മുഅ്താദു ഖിറാഅത്തുഹാ ഫീ ദിയാരിനൽ മലൈബാരിയ, നമ്മുടെ മലബാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ തുടക്കത്തിൽ കാണുന്ന ദുആ ബിഖൗലിഹി ഇലാ ഹദറത്തി ഷഫീഇന തുടങ്ങിയ ആ ദുആ ഫലൈസത്ത് ലി സ്വാഹിബിൽ ഖസീദ, അത് കുതുബിയത്തിന്റെ സ്വാഹിബായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഉണ്ടാക്കിയതല്ല. കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ചുഴലി മൗലവിയെ വിമർശിച്ചു, നന്നായി ഗണ്ണിച്ചു, പ്രമാണബദ്ധിതമായി വിമർശിച്ചു. അത് ഈ നൗഷാദിന് പിടിച്ചില്ല. കാരണം നൗഷാദ് പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേട്ടു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം, എല്ലാ പ്രസംഗവും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് ഗുരുവട്ടൂരുകളായിരിക്കും. നമ്മളൊന്നും അത്ര കേൾക്കുന്നുണ്ടാവില്ല. ആ ഉസ്താദിൻ്റെ പ്രസംഗം മനസ്സിരുത്തി നല്ല മനസ്സോടുകൂടി ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ മതി അദ്ദേഹത്തിന് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത കിട്ടാൻ, ഈമാൻ വർദ്ധിക്കാൻ. പക്ഷേ ഈ മൗലവിമാർക്ക് അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് കൊടുത്തിട്ടില്ല. ഇവർ കേൾക്കുമ്പോൾ ചേമ്പിൽ വെള്ളം ഒഴിച്ച പോലെയാണ്. അത് ഒറ്റൊന്ന് വെള്ളം അവിടെ നിൽക്കൂല, ഒക്കെ ഒഴിച്ചു പോകും. എന്നതുപോലെ ഇവരുടെ കൽബ് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണല്ലോ. സുമ്മും ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇവർക്കത് ഉൾക്കൊള്ളാൻ, കൽബിലേക്ക് ആവഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള മൗലവിമാർ ഉസ്താദിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടു, ഒന്നും കിട്ടിയില്ല. അതിൽ വിമർശിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അവസാനം എന്ത് പറഞ്ഞു? അവസാനത്തെ വിമർശനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, പേരോട് ഉസ്താദ് അവറുകൾ കുത്തുബിയത്തിൻ്റെ ഏട് മറിച്ചിട്ട് കുത്തുബിയത്തിലെ ഖസീദയുണ്ട്, സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു എഴുതിയ ഖസീദ. ആ ഖസീദൻ്റെ മുമ്പ് മുഖദ്ദിമയായിട്ട് മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പിന്നെ ഖസീദ ചൊല്ലി അതിനുശേഷം വീണ്ടും ദുആ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പും ശേഷവും ഉള്ള ദുആ അത് പിന്നീട് മഹാന്മാർ ചേർത്ത് കൊടുത്തതാണ്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്ത്. നമ്മുടെ കുത്തുബിയത്തിന് ഇടുമറിച്ച് നോക്കിയാൽ ആർക്കും കാണാവുന്നതാണത്. എന്നാൽ അത് മറിച്ച് വായിച്ച് ഉസ്താദ് അവർകൾ ചുഴലിയെ നന്നായി ഗണ്ണിച്ചു. അപ്പം നൗഷാദിന് ഇത് നന്നായിട്ട് വേദനിച്ചു. നൗഷാദ് പറയാണ്, ആ ഖസീദ എന്തില്ല, അത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരിയുടെ ഖസീദയിൽപ്പെട്ടതല്ല. അങ്ങനെ ആരാപ്പം അതിൽപ്പെട്ടതാന്ന് പറഞ്ഞു? പേരോട് സാഹ് പറഞ്ഞത് ഖസീദയിൽപ്പെട്ടതാണ്, സദഖത്തുല്ലാഹിൽ ഖാരിയുടെ ഖസീദയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിന് വായിക്കുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാവസ്ഥാദിന്റെ കിതാബാണ്. വഅമ്മാ മുഖദ്ദിമത്തുഹൽ മുഅ്താദു ഖിറാഅത്തുഹാ ഫീ ദിയാരിനൽ മലൈബാരിയ ബിഖൗലിഹി ഇലാ ഹദറത്തി ഷഫീഇന ഫലൈസ ലി സ്വാഹിബിൽ ഖസീദത്തി. ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദ് അല്ലാഹു തആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് അവറുകൾ തന്നെ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഈ ഖുതുബിയത്തിന്റെ ഖസീദയോടുകൂടെ ചൊല്ലൽ പതിവാക്കിയ അതിന്റെ മുഖദ്ദിമകൾ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഖുതുബിയത്ത് ചെല്ലുന്നത്. അല്ലാതെ ആ ഖസീദ മാത്രം ആരെങ്കിലും ഖുതുബിയത്തായിട്ട് ചെല്ലാറുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഖസീദയാണ് ചുവേലി വിമർശിച്ചത്. ആ ഖുതുബിയത്ത്, ആ മുഖദ്ദിമ അടക്കമുള്ള ഖുതുബിയത്ത് ചൊല്ലുന്നവർ കാഫിറാണെന്നാണ് ചുവേലി പറഞ്ഞത്. ആ ചുവേലിയെയാണ് പേരോട് ഉസ്താദ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഉസ്താദ് അവറുകൾ ആദ്യം അതിൻ്റെ ദുആ ചൊല്ലി, പിന്നെ അതിൻ്റെ അവസാനത്തേതും പറഞ്ഞു. നീണ്ട ഖസീദ മുഴുവനായിട്ട് പറയാനുള്ള സമയമില്ല എന്ന് ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞു. എന്നിട്ട് മൗലവി പറയാണ്, ആ അത് ഖസീദയിൽപ്പെട്ടതല്ല, സദഖത്തുല്ലാഹിൽ ഖാഹിരി എഴുതിയതിൽപ്പെട്ടതല്ല. അങ്ങനെ പെട്ടതാണ്, അതിൽപ്പെട്ടതാണ് എന്ന് ഉസ്താദ് അവകാശപ്പെട്ടിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ മൗലവി വിമർശിക്കുന്നത്? അപ്പം ആർക്ക് വേണ്ടിയാ താങ്കളുടെ വിമർശനം? ആരോടുള്ള വെറുപ്പും വിദ്വേഷത്തിന് വേണ്ടിയാണ് താങ്കൾ? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് താങ്കൾ അച്ചാരം വാങ്ങിയിട്ടുള്ളത്? മുസ്ലിം സമുദായത്തിന് ഇനി അത് അറിഞ്ഞാൽ മതി. അപ്പം മഹാന്മാരായ പണ്ഡിതന്മാരെ വിമർശിക്കുക, എന്ത് പറഞ്ഞാലും അവരെ അകാരണമായി വിമർശിക്കുക, ആക്ഷേപിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യം ഈ മൗലവിമാർക്കില്ല എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കക്ഷികളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ രക്ഷ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയത്തെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.